രണ്ടാമത്തത് നമുക്ക് താല്പര്യം വേണം. അപ്പോൾ താല്പര്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 4 ഫ്രെയിം വർക്ക്. ഓർമ്മ വേണം, താല്പര്യം ഉണ്ടാവണം, ഈസി ആവണം, സംതൃപ്തി വേണം. അപ്പോൾ ഒരു കാര്യം ഡെയിലി ചെയ്തിട്ട് സംതൃപ്തി ഉണ്ടാവണം. സംതൃപ്തിൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. സംതൃപ്തിൻ്റെ അളവും എത്രത്തോളം ഈസിയാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ ആക്ടിവിറ്റി ചെയ്യാനുള്ള താല്പര്യം വളരെ കൂടുതലായിരിക്കും. ലിസണിങ് പഠിക്കണമെന്നുണ്ടെങ്കിൽ കേട്ടോണ്ടേ ഇരിക്കണം. ഒരുപാട് കേട്ടാലും ലിസണിങ് പഠിക്കുള്ളൂ. സ്പീക്കിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സംസാരിക്കണം. അല്ലെങ്കിൽ ഷാഡോയിങ് എന്നുള്ള ടെക്നിക്ക് ഉണ്ട്, ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം 1 മണിക്കൂർ ലിസൺ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ 2 മിനിറ്റ് എന്നും ഞാൻ ലിസണിങ് പ്രാക്ടീസ് ചെയ്താൽ ഐ എം സാറ്റിസ്ഫൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ 2 മിനിറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്, 1 മണിക്കൂറിന് വേറെ പ്രത്യേകത ഉണ്ട്. 1 മണിക്കൂർ സെറ്റ് ചെയ്തിട്ട് കഷ്ടപ്പെട്ട് അത് പ്രാക്ടീസ് ചെയ്തിട്ട് അത് ഫിനിഷ് ചെയ്യാൻ പറ്റാതെ സംതൃപ്തി ഇല്ലാതെ നിരാശയോടുകൂടി ഓരോ ദിവസവും എൻഡ് ചെയ്യുമ്പോൾ അതൊരു ബിഹേവിയർ ആവാനും ചാൻസ് വളരെ കുറവാണ്. ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു മൂവി കാണാൻ പോവാണ്. ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ആ മൂവി കാണാൻ പോകുന്നത്. എക്സ്പെക്ട് ചെയ്ത ലെവലിലേക്ക് ആ മൂവി എത്തിയില്ല. അപ്പോൾ നമുക്കൊരു നിരാശ വരും. അതേപോലെ നമ്മൾ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ഒരു ആവറേജ് ഫിലിം ആയിരിക്കും എന്നുള്ള രീതിയിൽ ഒരു മൂവി പോയി കണ്ടാൽ അത് നമ്മൾ എക്സ്പെക്ടേഷൻ്റെ മേലെ ആ മൂവി പോയാൽ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഈ സെയിം മെത്തേഡ് തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത്. നമ്മൾ 2 മിനിറ്റ് എക്സ്പെക്ടേഷൻ വെക്കുക, അത് 2 മിനിറ്റ് ഫിനിഷ് ചെയ്താൽ സംതൃപ്തി ഉണ്ടാവും. 2 മിനിറ്റ് എക്സ്പെക്ടേഷൻ ചെയ്തിട്ട് ഡെയിലി 2 മിനിറ്റ് മാത്രം ചെയ്ത് പോവല്ല. ഏത് ടൈമില്ലാത്ത സിറ്റുവേഷനിലും 2 മിനിറ്റ് ചെയ്യാം. നമുക്ക് പനിയാണെന്നുണ്ടെങ്കിൽ വരെ നമുക്ക് 2 മിനിറ്റ് ലിസൺ ചെയ്തിട്ട് അവിടെ വെക്കാം. അല്ലാത്ത ദിവസങ്ങളിൽ 3 ആവാം, 4 ആവാം, 10 ആവാം, 20 ആവാം, അരമണിക്കൂറാവാം. അങ്ങനെ മിനിമം 2 ഉണ്ട്, മാക്സിമം നമുക്ക് പറ്റുന്ന ലെവലിൽ മാക്സിമം പോകും. അങ്ങനെ പോകുമ്പോൾ എന്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് എല്ലാ ദിവസവും സാറ്റിസ്ഫാക്ഷനോടുകൂടി എൻഡ് ചെയ്യാൻ പറ്റും. അത് റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ മേക്ക് ഇറ്റ് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എക്സ്പെക്ടേഷൻ ലെവൽ കുറച്ച് വെക്കുമ്പോൾ നമുക്ക് ഡെയിലി അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. ഈ എക്സ്പെക്ടേഷൻ ലെവൽ കുറച്ച് വെക്കുന്നതുകൊണ്ട് വേറൊരു ബെനിഫിറ്റ്, ആഡഡ് ബെനിഫിറ്റും കൂടി ഉള്ളത്, ഇപ്പോൾ 3ാമത്തെ ഫ്രെയിം വർക്ക് ആയിട്ടുള്ള എളുപ്പമാക്കുക എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് വർക്കാവും. ഇപ്പോൾ 2 മിനിറ്റ് ലിസണിങ് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. ഈസി ആയിട്ടുള്ള കാര്യം ചെയ്യാനും റിപ്പീറ്റ് ചെയ്യാനും വളരെ ചാൻസ് കൂടുതലാണ്. അങ്ങനെ റിപ്പീറ്റ് ആവും. അങ്ങനെ ഡെയിലി റിപ്പീറ്റ് ആയാൽ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ആവും. ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക് ആവും. ഓട്ടോമാറ്റിക് ആയാൽ ഐഡന്റിറ്റി ബിൽഡ് ആവും. ഐഡന്റിറ്റി ബിൽഡ് ആയാൽ എക്സ്പേർട്ടായിട്ട് മാറും. എക്സ്പേർട്ടായിട്ട് മാറിയാൽ ആ എക്സ്പെർട്ടൈസ് ഉപയോഗിച്ചിട്ട് നമുക്ക് സൊസൈറ്റിക്ക് സെർവ് ചെയ്യാൻ പറ്റും. ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ജോബിലേക്ക് ലാൻഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ വാല്യൂ സൊസൈറ്റിക്ക് കൊടുത്ത് തുടങ്ങുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഇൻകം ജനറേറ്റ് ആയി തുടങ്ങും. അങ്ങനെ ഹൈ ഇൻകം സ്കില്ലിന് നമ്മൾ ഓണറായി മാറും.